ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. സജ്ജനങ്ങളെ നമസ്കാരം. ലളിത സഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. മറ്റൊരു വർഷം നാളെ മുതൽ ആരംഭിക്കാൻ പോവുകയാണ് അല്ലേ. ഈ 2025 എല്ലാവർക്കും സർവമംഗളങ്ങളും കൊണ്ടുതരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആദ്യം ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകത്തോടുകൂടി ആരംഭിക്കാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അധ ശ്രീമദ് ഭഗവത്ഗീതായ കർമ്മയോഗോ നാമ്നേ തൃതീയോധ്യായേ തൃതീയ ശ്ലോകഃ. ശ്രീഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ. ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ശ്രീ ഭഗവാൻ പറഞ്ഞു, അല്ലയോ അനഘ, ഈ ലോകത്തിൽ സംഖ്യന്മാർക്ക് വേണ്ടി ജ്ഞാനയോഗം കൊണ്ടും യോഗികൾക്ക് വേണ്ടി കർമ്മയോഗം കൊണ്ടും 2 വിധം നിഷ്ഠകൾ മുമ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നാമത്തിലേക്ക് വരാം. നാമം 517. അങ്കുശാദി പ്രഹരണ. അങ്കുശം മുതലായവ കൊണ്ട് പ്രഹരിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ശക്തിയെ അങ്കുശാദി പ്രഹരണ എന്ന് വിശേഷിപ്പിക്കാം. അർത്ഥവ്യാഖ്യാനം നോക്കുമ്പോൾ കടുത്ത വളവിനെ ഇടം മാറ്റാൻ കഴിയുന്നവൾ, കൊളുത്തെന്ന ആയുധമേന്തിയിട്ടുള്ളവൾ, തടസ്സം മാറ്റുന്നവൾ, ഇങ്ങനെയൊക്കെയാണ്. അസ്ഥിയുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ അസ്ഥികളുടെ ചലനശേഷിയെ തന്നെയാണ് ഉദാഹരിക്കേണ്ടത്. ശരീരത്തിന് ചട്ടക്കൂട് മാത്രമല്ല, അവയ്ക്ക് പരിപൂർണതയും നൽകുന്നുണ്ട് അസ്ഥികൾ. മറ്റൊന്നിനെ വഹിക്കുവാനായി കണ്ട് സ്വയം ശൂന്യമായി നിൽക്കുകയാണ് അസ്ഥികൾ. മറ്റൊരു പ്രധാന ധാതുവിനെ അവ അവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതാണ് അസ്ഥികൾക്കും ശരീരത്തിനും വൃദ്ധി നൽകുന്നത്. അസ്ഥികൾക്കുള്ളിൽ എന്താണ് എന്ന് നമുക്കറിയാം അല്ലേ. രക്തകോശങ്ങൾ നിർമ്മിക്കുന്ന മജ്ജയാണ്. ആ ധാതുവിനെ വർണ്ണിക്കുന്ന ഒരു കൂട്ടം നാമങ്ങൾ വരെ വരുന്നുണ്ട്. ഒന്ന്, മറ്റൊന്നിന് എങ്ങനെ പൂരകമാകുന്നു എന്നും സഹവർത്തിത്വം നമ്മുടെ ശരീരത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്നുമെന്നുള്ള ലഘുവും പവിത്രവുമായിട്ടുള്ള സന്ദേശമാണ് ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അസ്ഥികളിങ്ങനെ ശൂന്യമായിട്ട് നിലകൊള്ളുന്നു എന്ന് പറഞ്ഞുവല്ലോ. അത് പരിപൂർണ ജ്ഞാനം സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് മറ്റെല്ലാം വേണ്ട എന്ന് വെച്ച് തയ്യാറായിട്ട് നിൽക്കുന്ന മനസ്സുകളെയും ഉദാഹരിക്കാം. അതായത് ജ്ഞാനകുതികളായിട്ടുള്ള മനസ്സുകൾ. താത്വിക തലത്തിൽ ഇന്ദ്രിയ നിഗ്രഹം വരുത്തുന്ന പ്രഭാവമാണ്. മുമ്പൊരു നാമത്തിൽ നാം ആഗ്രഹങ്ങൾക്കുള്ള കൊളുത്തായിട്ട് അങ്കുശത്തെ പറഞ്ഞിരുന്നു. തൻ്റെ ഇന്ദ്രിയങ്ങളെ അടക്കുവാൻ തൻ്റെ തന്നെയുള്ള ചിന്താതലങ്ങളാണ് അങ്കുശം. അങ്ങനെയുള്ള തോട്ടികൊണ്ട് സ്വയം കടിഞ്ഞാണിടുകയാണ് നമുക്കുള്ളിലെ ദേവീ പ്രഭാവം. താന്താങ്ങളെ നിയന്ത്രിക്കുവാനായുള്ള ആയുധം താന്താങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഭദ്രമായിട്ടുള്ളത്. മുക്തികോപനിഷത്തിൽ ഈ ശ്ലോകം നോക്കൂ. അങ്കുശേന വിനാമത്തോ യഥാ ദുഷ്ടമതംഗജഃ അധ്യാത്മവിദ്യാധിഗമഃ സാധുസംഗതിരേവ ച വാസനാം സംപരിത്യാഗഃ പ്രാണസ്പന്ദനിരോധനം ഏതാസ്താ യുക്തയ പുഷ്ടാ സന്ധി ചിത്തജയേ കില. ഇപ്രകാരമാണോ അങ്കുശമില്ലാതെ ദുഷ്ടനായിട്ടുള്ള മതയാനിയെ നിയന്ത്രിക്കുക സാധ്യമാകുന്നില്ല, അപ്രകാരം അധ്യാത്മവിദ്യയുടെ ജ്ഞാനം, സജ്ജന സംസർഗം, കാമനകളെ പരിത്യജിക്കുക, പ്രാണനിരോധനം എന്നീ യുക്തികൾ കൂടാതെ ചിത്തത്തിനെ ജയിക്കുവാൻ സാധ്യമല്ല. ചിത്തത്തിനെ നിയന്ത്രിക്കുന്നതിനുള്ള ഏറ്റവും വലിയ പ്രതീകമാണ് അങ്കുശം. ഭക്തിരസത്തിലൂടെ നോക്കുമ്പോൾ ചതുർബാഹുക്കളായിട്ട് അങ്കുശം, പാശം, കമലപുഷ്പം എന്നിവ കയ്യിലേന്തി ജ്ഞാനമുദ്രയോടെ വരദായിനിയായിട്ടിരിക്കുന്ന ദേവിയാണ് വിരാജിക്കുന്നത്. ഈ ദേവിയാണ് അക്ഷരരൂപിണിയായ യോഗിനിയായിട്ട് മാറുന്നത്. ശൈവാഗമങ്ങളിൽ അങ്കുശം എന്ന ഉപാഗമത്തെ പ്രസ്താവിക്കുന്നുണ്ട്. കഴിഞ്ഞ നാമത്തിൽ ഒരു ആനയുടെ കഥ പറഞ്ഞു അല്ലേ. ആ കഥയ്ക്ക് അനുബന്ധമായിട്ട് നോക്കുമ്പോൾ ആനത്തോട്ടി കയ്യിലെടുത്ത ദേവിയെ കാണാം. എന്തിനാണ് ആനത്തോട്ടി എടുത്തിരിക്കുന്നത്? ശുശ്രൂഷ നൽകിക്കൊണ്ടിരിക്കുമ്പോഴും ആ കാട്ടാന എന്താണ് എന്നുള്ള ബോധം ദേവിക്കുണ്ട്.
അപ്പോൾ ആ ആനയിൽ നിന്ന് സുരക്ഷ ഉറപ്പാക്കുവാൻ ദേവി ആനത്തോട്ടിയും കയ്യിൽ കരുതിയിട്ടുണ്ട്. കൊളുത്തും മറ്റു സജ്ജീകരണങ്ങളും വഹിക്കുന്ന ദേവി അങ്കുശാദി പ്രഹരണയാണ്. കരുണ വഴിഞ്ഞൊഴുകുമ്പോഴും തൻ്റെ സഹജതയും അപരൻ്റെ സഹജതയും മനസ്സിലാക്കുമ്പോഴാണ് കരുണയ്ക്കും അർത്ഥപൂർണിമയുണ്ടാകുന്നത്. ഇല്ലേ? മറ്റൊന്നിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അതിനോട് ഇടപഴകാൻ എന്നാണ് ഒരു തത്വം. നാമം ഇനി അവസാനിപ്പിക്കാം. നാമത്തിലെ ചിന്ത ജ്ഞാനത്തിൻ്റെ പ്രഹരണമായിരിക്കണം. അങ്ങനെയുള്ള ജ്ഞാനത്തോടുകൂടി ആയിരിക്കണം ഈ നാമം പൂർണ്ണമാകേണ്ടത്. നമസ്കാര ശബ്ദം. ഓം അങ്കുശാദിപ്രഹരണായൈ നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി. ഓ